ഹായ് ഗായ്സ് മദർഹുഡ് ഫാമിലിയോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നാ ഉണ്ട് എല്ലാവർക്കും വിശേഷം? സുഖമല്ലേ? ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് അറിയാവോ? അതായത് കുഞ്ഞുങ്ങൾക്ക് ലിക്വിഡ് മരുന്ന്, അതായത് അലോപ്പതിയിലുള്ള മരുന്നുകൾ, അലോപ്പതി ഞാൻ എടുത്ത് പറയാൻ കാരണം ഹോം മരുന്നുകൾ ഒരു കുഞ്ഞുങ്ങളും കഴിക്കാതിരിക്കുകയല്ല, അവർക്ക് ഇഷ്ടമാണത് കഴിക്കാൻ. എന്നാൽ അലോപ്പതിയിലുള്ള നമ്മുടെ ആൻറ്റിബയോട്ടിക്സ് ആയിക്കോട്ടെ, സിറപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡ്രോപ്സ് ആയിക്കോട്ടെ, ഇത് കുഞ്ഞുങ്ങൾ കഴിക്കാൻ വല്ലാതെ മടി കാണിക്കുന്നവരൊന്നാണ്. അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ എങ്ങനെ എളുപ്പത്തിൽ കൊടുക്കാം എന്നാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്. ഇത് എന്നോട് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനലിലെ തന്നെ നമ്മുടെ ഈ ഫാമിലിയിലെ റിഫാന എന്നാണോ റിഫ്ന എന്നാണ് എനിക്ക് ഡൗട്ടുണ്ട്. ആ മോളെന്നോട് ചോദിച്ചതാണ്, ചേച്ചി കുഞ്ഞു മരുന്ന് കഴിക്കുന്നില്ല, ഒന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ആ മോക്ക് വേണ്ടിയിട്ടാണ് ഇത്ര നേരത്തെ ഞാൻ ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യണം. കുറച്ചുകൂടെ വേറെ ടോപ്പിക്സ് എനിക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ മോക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് കേട്ടോ, നേരത്തെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞാൻ സമർപ്പിക്കുന്നു. അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾ ലിക്വിഡ്, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അലോപ്പതി മരുന്നുകൾ കുഞ്ഞുങ്ങൾ കഴിക്കാൻ വല്ലാതെ മടി കാണിക്കും. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ സിറപ്സ് എന്താണെന്ന് എനിക്കറിയത്തില്ല, അതെന്തുകൊണ്ട് നമ്മളൊന്ന് രുചിച്ച് നോക്കിയാൽ തന്നെ അതിന് ചെറിയൊരു മധുരവും ഉണ്ട്. പക്ഷെ എന്തുകൊണ്ട് പിന്നെ അവർ കഴിക്കുന്നില്ല എന്നും അറിയത്തില്ല. എന്തായാലും അവർ കഴിക്കാതിരിക്കുന്നു. എങ്ങനെ അവരെ കഴിപ്പിക്കാം? അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലോപ്പതി നമുക്ക് മരുന്ന് കൊടുക്കാൻ നമുക്ക് തരുന്ന 3 സംഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവും. ഒന്ന്, മെഷർമെന്റ് കപ്പ് ഉണ്ടാവും. അടുത്തത് ഈ ML അളക്കുന്ന നമ്മുടെ സിറിഞ്ച് പോലത്തെ ഈ ഒരു സംഭവം ഇത് തരും. എനിക്ക് ഇത് ഇവിടെ നിന്നാണ് കിട്ടിയത്, നാട്ടിൽ നിന്ന് എനിക്ക് ഇത് കിട്ടിയിട്ടില്ല കേട്ടോ. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഫില്ലർ ഇപ്പം എൻ്റെ അടുത്ത് കാണിക്കാനില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഫില്ലർ നിങ്ങൾക്കറിയാം, മുകളിൽ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പം, മരുന്നിൽ മുക്കി പ്രസ് ചെയ്യുമ്പം വേണ്ടുന്ന അത്ര അളവ് മുകളിലോട്ട് കയറുന്ന ആ ഫില്ലർ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു 3 കാര്യമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കൊടുക്കാം? നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ വേണ്ടത്ര അളവിൽ ഡോക്ടർ പറയുവാണ്, കുഞ്ഞിന് ഇത്ര ML മരുന്ന്, 1.5 അല്ലെങ്കിൽ 3 ML മരുന്ന് എടുക്കുവാണെങ്കിൽ നിങ്ങൾ എളുപ്പത്തിന് എന്താ ചെയ്യണം? ഇപ്പോൾ ഫില്ലറിൽ നമ്മളിപ്പോൾ കുഞ്ഞിന് 1 ML കറക്റ്റ് എടുത്തു, അത് കഴിഞ്ഞ് 2 ML എടുത്തു, പെട്ടെന്ന് മറന്നു പോകാൻ അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും മറക്കും എന്നുള്ള ഒരു എത്ര കൊടുത്തു എന്ന് മറക്കും എന്നൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇങ്ങനത്തെ ഒരു മെഷർമെന്റ് കപ്പിൽ ടോട്ടൽ വേണ്ട ML എടുക്കുക. അതായത് ഇപ്പം 1.5 അല്ലെങ്കിൽ 3 എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിനകത്തോട്ട് എടുത്തിട്ട് ഇതിൽ നിന്ന് നമ്മുടെ ഫില്ലറിലോട്ട് കളക്ട് ചെയ്യാം. ഫില്ലർ ഇതിൽ മുക്കി, അല്ലെങ്കിൽ സിറിഞ്ച് ആയിക്കോട്ടെ ഇതിൽ മുക്കി വേണ്ടുന്ന ML ഇതിനകത്തോട്ട് കുറച്ചായിട്ട് എടുക്കുക. കുഞ്ഞു മക്കൾക്കാകുമ്പം ഒറ്റയടിക്ക് കൊടുക്കാൻ ശ്രമിക്കരുത്, ചിലപ്പോൾ അവരുടെ തൊണ്ടയിൽ തലയിൽ കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് എടുക്കുക. അത് കുറച്ചെടുത്തിട്ട് കുഞ്ഞിൻ്റെ എന്ത് ചെയ്യണം? വലിയ കുഞ്ഞുങ്ങളാണെങ്കിൽ ഒറ്റയടിക്ക് കൊടുക്കാട്ടെ. ഇപ്പോൾ ഒരു 1.5 ML ഒക്കെ ഒറ്റയടിക്ക് കൊടുക്കാൻ കുഴപ്പമില്ല. എന്നാലും തീരെ കുഞ്ഞു മക്കളാണെങ്കിൽ 1/2 ML വെച്ചിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കാട്ടോ. കാരണം വേണ്ടുന്ന അത്രയും ഫുൾ ഇതിനകത്ത് കളക്ട് ചെയ്തിട്ട് ഇതിൽ നിന്ന് കളക്ട് ചെയ്യാം, ഫില്ലറിലോട്ടോ സിറിഞ്ചിലോട്ടോ എന്നാന്ന് വെച്ചാൽ. കുഞ്ഞിൻ്റെ എന്ത് ചെയ്യണം? കുഞ്ഞിൻ്റെ നമ്മളിതാ ഇങ്ങനെ ഒന്ന് പിടിക്കുക. 2 വഴി ഞാൻ പറയുന്നുണ്ട്, അതിൽ ആദ്യത്തെ വഴിയാണ് കുഞ്ഞിൻ്റെ ഇങ്ങനെ ഒന്ന് പിടിക്കാന്ന് വെച്ചാൽ ഓവർ പ്രസ് ചെയ്യരുത്, കുറച്ച് സോഫ്റ്റ് ആയിട്ട് പിടിക്കാവുള്ളൂ. ചെറുതായിട്ട് നമുക്ക് ചെറിയൊരു ഓപ്പണിങ് ഇവിടെ കിട്ടിയാൽ മതി. അപ്പം ആദ്യമേ തന്നെ പറയുന്നു, ഈ ഒരു സംഭവം കൊണ്ട് കുഞ്ഞിന്റെ മുമ്പിലോട്ട് നിങ്ങൾ പോകരുത്. കുഞ്ഞിന് മനസ്സിലാവരുത് നമ്മൾ മരുന്നാണ് കൊടുക്കാൻ പോകുന്നതെന്നുള്ളത്. ഇപ്പം കുഞ്ഞ് കിടക്കുന്നത് ഒരു സ്ഥലത്ത്, കുഞ്ഞ് കിടക്കുന്ന വേറെ ഏതെങ്കിലും മുറി പോയിട്ട് ഈ മരുന്ന് എടുത്തോണ്ട് വരാവുള്ളൂ. അപ്പോൾ ഈ ഫില്ലറിനകത്തോട്ട് കളക്ട് ചെയ്തിട്ട് കുഞ്ഞ് കാണരുത്. കാരണം ഇത് കാണുമ്പം ഒരു 2 തവണ കുഞ്ഞിന് ഇതിന് മരുന്ന് കൊടുക്കുമ്പോൾ കുഞ്ഞിന് മനസ്സിലാവും കുഞ്ഞിനുള്ള മരുന്ന് കൊണ്ടാണ് വരുന്നത്, ഈ കുഞ്ഞിന് വേണ്ടാത്ത സാധനം കൊണ്ടാണ് വരുന്നത്. അപ്പം ഇത് കാണുമ്പം സാത്താൻ കുരിശ് കണ്ട മാതിരി ആയിരിക്കും കുഞ്ഞിന്റെ പരിപാടി. അപ്പം എന്നാ ചെയ്യണം? ഈ ഒരു ഫില്ലർ കുഞ്ഞിനെ കാണിക്കാതെ എടുത്തുകൊണ്ട് വന്നിട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ചെയ്യുക. ഒരാളുടെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉള്ളത് നല്ലതാണ്. പിന്നെ കുഞ്ഞിന് മരുന്ന് കൊടുക്കുമ്പം ബെഡിലോട്ട് കടത്തി കൊടുക്കാതിരിക്കുക, കുഞ്ഞിനെ മടിയിൽ ചെരിച്ചിരുത്തുക, അതാണ് ചെയ്യേണ്ടത്. പിന്നെ തല ഒരിക്കലും നിലത്തോട്ടായി പോകരുത്, കുറച്ച് പൊങ്ങി നിൽക്കണം. കുറച്ച് പൊങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ തല ഇരുന്നാൽ മതി. ആ ഒരു അവസ്ഥയിൽ കുഞ്ഞിന് മരുന്ന് വായിലോട്ട് കൊടുക്കാന്ന് വെച്ചാൽ ഇങ്ങനെ പിടിക്കുക. ഈ വായിൻ്റെ ഡയറക്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ഉള്ളിലോട്ട് കൊടുക്കരുത്. നമ്മൾ ഉള്ളിലോട്ട് വെച്ചാൽ ഞാൻ സ്ട്രെയിറ്റ് കൊടുക്കരുതാണ് വെച്ചാൽ നമ്മുടെ ഈ ഒരു സൈഡിലോ കവിളിൻ്റെ ഈ ഒരു സൈഡിലോ ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ പറയാം, ഇതൊരു ഫില്ലർ ആണെന്നല്ലോ. ഇപ്പോൾ സിറിഞ്ചിൽ തന്നെ ഞാനത് വേണ്ടുന്നത്ര ഈ ഒരു മെഷർമെൻറ്റ് കപ്പിൽ ഞാൻ കളക്ട് ചെയ്തു. കുഞ്ഞിൻ്റെ നമ്മൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇത്രയും തുറന്നു, കുഞ്ഞിൻ്റെ വായിലോട്ട് വെച്ചിട്ട് ഈ ഒരു സൈഡിലോട്ട് പ്രസ് ചെയ്തു, മരുന്ന് അവിടെ എത്തി. ആ സൈഡിലോ ഈ സൈഡിലോ ഒഴിക്കാം. അപ്പോൾ ഇനി ഫില്ലർ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ ഫില്ലർ ഉണ്ട്, നിങ്ങൾ സങ്കല്പിക്കുക. വായിൽ പിടിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു, പ്രസ് ചെയ്ത് ഒഴിച്ചു. സ്പോട്ടിൽ തന്നെ ഈ അങ്ങ് അടയ്ക്കുക, കുഞ്ഞിന് ഈ അങ്ങോട്ട് അടച്ചു കൊടുക്കുക. അപ്പം പെട്ടെന്ന് അവർ ആ ഒരു ആഘാതത്തിൽ അവർ കുടിച്ചു പോകും.
ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ വാ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് തുറക്കുക. തുറന്നിട്ട് കുഞ്ഞ് അറിയരുത്, മീൻസ് മരുന്ന് കൊടുക്കാൻ നമ്മൾ പോകുക എന്നുള്ളത് കുഞ്ഞിന് മനസ്സിലാവരുത് കേട്ടോ. അപ്പം കുഞ്ഞ് വേറെ എന്തിനേലും മുഴുകിയിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ തുറക്കുക, ഈ ഒരു വായൻ്റെ ഈ ഒരു സൈഡിലോട്ടോ ഈ സൈഡിലോട്ടോ മരുന്ന് ഒഴിക്കുക. ഡയറക്റ്റ് തൊണ്ടയുടെ അങ്ങോട്ട് ഒഴിക്കാതിരിക്കുക. അപ്പം വായ അടയ്ക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സെയിം പ്രൊസീജിയർ, കുഞ്ഞിൻ്റെ വാ ഇങ്ങനെ തുറക്കുക. ഫില്ലറിൽ ഈ ഒരു സൈഡിലോ ഇപ്പോൾ സിറിഞ്ചിലാണ് തന്നെ മരുന്നെടുത്ത് ഒഴിച്ചതിന് ശേഷം കുഞ്ഞിൻ്റെ ഈ മൂക്ക്, ഒഴിച്ച പാടെ ഈ മൂക്ക് ഒന്നങ്ങ് അടച്ചു വെച്ചേക്കുക. ഇതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞ ഐഡിയ കേട്ടോ. എനിക്കിത് നേരത്തെ അറിയാൻ മേലായിരുന്നേ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ എഫക്റ്റ് ആയിട്ട് തോന്നി ഈ മൂക്ക് അടച്ചു പിടിക്കില്ല. ഈ മൂക്ക് അടച്ചു പിടിക്കും പിള്ളേർ പെട്ടെന്ന് ഇങ്ങനെ കുടിച്ചു പോകും വേഗം. ഇങ്ങനെ കണ്ട് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ഈ ഒരു പിടുത്തത്തിൽ എന്താണ് ആ വായിൻ്റെ ഉള്ളിൽ ആ സമയത്ത് നടക്കുന്നത് എനിക്കറിയത്തില്ല. വായിൽ അത് വരുമ്പോഴത്തേക്കും കുഞ്ഞ് പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ശ്വാസം മൂക്കടയുമ്പോഴത്തേക്ക് ഇവർക്ക് മൂക്കിൽ നിന്ന് വലിക്കാൻ മാത്രമേ പെട്ടെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ അവരെന്താക്കും, ശ്വാസം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് അതങ്ങോട്ട് കുടിക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഈ ഒരു മൂക്ക് അടച്ചു പിടിക്കൽ വളരെ എഫക്റ്റീവാണ്. പക്ഷെ ഒത്തിരി നേരത്തേക്ക് പിടിച്ച് വെച്ചേക്കല്ല, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. മരുന്ന് ഒഴിച്ചു സ്പോട്ടിൽ മൂക്ക് പൊത്തുക, കൈവിടുക, അത്രയേ ഉള്ളൂ. ഒരൊറ്റ സെക്കൻഡിലോട്ട് മൂക്ക് പൊത്താവേ ഉള്ളൂ. അപ്പം എനിക്ക് ശരിക്കും ഇവന് തീരെ വയ്യാണ്ടായിരുന്ന സമയത്തൊക്കെ ഇവന് മരുന്ന് കൊടുക്കുമ്പോൾ എനിക്കിത് ഭയങ്കര റിസ്ക് ആയിരുന്നു ഈ അലോപ്പതി മരുന്ന്. ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ അവന് ആൻറ്റിബയോട്ടിക്സ് ഞാൻ 2 തവണ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ കൊടുക്കുന്ന സമയത്ത് ഈ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കഴിക്കില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെയാണ് അവന് കൊടുത്തുകൊണ്ടിരുന്നത്. വായ ഇങ്ങനെ പിടിക്കും, ഫില്ലറിൻ്റെ വായൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ ഒഴിക്കും. അത് ഡോക്ടറാണ് എന്നോട് പറഞ്ഞത് കേട്ടോ, വായൻ്റെ സൈഡിലോട്ട് നമ്മൾ പിന്നെ ഒഴിക്കാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ വായയുടെ സൈഡിലോട്ട് ഒഴിക്കും, ഞാൻ മൂക്ക് പൊത്തി പിടിക്കും. ഈ വായ അടച്ച് പിടിക്കില്ല. എന്താ വെച്ചാൽ ഈ പിള്ളേർ വളരെ കരയുവാണ്, വായിലോട്ട് മരുന്ന് എത്തി എന്നുള്ളത് അവർക്ക് മനസ്സിലായി. ഇനി അത് കരയി വന്നിരിക്കും. നമ്മൾ ഈ വായ അടച്ച് പിടിക്കുമ്പോഴല്ലോ ഇവരവിടെ കിടന്ന് പൊളയാൻ തുടങ്ങും. അപ്പം അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായി തോന്നിയത് സോറി കേട്ടോ, ഇത് ഈ മൂക്കൊന്ന് അടച്ചു പിടിക്കുക. ഈ മൂക്ക് അടച്ചു പിടിക്കുന്നത് പെട്ടെന്ന് ഇറങ്ങിപ്പോകും. ഇനി കുഞ്ഞുങ്ങൾ അതായത് ഡയറക്റ്റ് മെഷർമെൻറ്റ് കപ്പിലൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മരുന്ന് കൊടുക്കുന്നത്. കുഞ്ഞിന് നിങ്ങൾ ഒരു വിധത്തിൽ കൊടുത്തിട്ടും കുഞ്ഞ് കുടിക്കുന്നില്ല, കുഞ്ഞ് വല്ലാതെ തൊണ്ടയിൽ കുടുങ്ങുന്ന പോലെ അല്ലെ തലയിൽ കയറുന്ന പോലെ കണ്ണൊക്കെ മുഴിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നു തോന്നുകയാണെങ്കിൽ, അതായത് ഞാൻ നോർമൽ ലെവലിൽ നിങ്ങൾ മരുന്ന് കൊടുക്കുമ്പോൾ കുഞ്ഞ് അങ്ങനെ വല്ലാതെ ഇപ്പം വോമിറ്റ് ചെയ്യാനൊക്കെ ട്രൈ ചെയ്യുന്നു എന്ന് കാണുമ്പോഴത്തേക്കും നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വോമിറ്റ് ചെയ്തു, നിങ്ങൾ ആ കിടത്ത് ഈ ഒരു പൊസിഷൻ തന്നെ കുഞ്ഞിനെ കിടത്തിട്ട് കുഞ്ഞിനെ വേഗം എടുത്ത് കമത്തി ഇട്ടേക്കണം കേട്ടോ. അതായത് കുഞ്ഞിൻ്റെ തല ഇങ്ങനെ താത്തിയിടാൻ പാകത്തിന് നമ്മുടെ കൈയുടെ താഴോട്ട് ഇങ്ങനെ, ഇപ്പോൾ ഇങ്ങനെ തല എന്തി കുഞ്ഞ് നമ്മൾ കയ്യിൽ ഇങ്ങനെ വെച്ച് മരുന്ന് കൊടുക്കുന്ന കുഞ്ഞാണെങ്കിൽ ഈ വേഗം കുഞ്ഞിനെടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് പുറമൊന്ന് തട്ടി കൊടുത്തേ. കാരണം അത് കുഞ്ഞിൻ്റെ തലയിൽ കയറാതിരിക്കാനാണ്. കുഞ്ഞുങ്ങളുടെ തലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും. അപ്പോൾ കുഞ്ഞുങ്ങളുടെ തലയിൽ കയറരുത്, അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മൾ ഈ മെഷർമെൻറ്റിൽ ഡയറക്റ്റ് ചെയ്യാൻ ഒഴിച്ചു കൊടുക്കുന്നതിലേക്ക് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും ചില കുഞ്ഞുങ്ങൾ വല്ലാതെ വോമിറ്റ് ചെയ്യാൻ കാണിക്കും, വല്ലാതെ വോമിറ്റ് ചെയ്യും. ആ വോമിറ്റ് ചെയ്ത സമയത്താണ് ഞാൻ പറഞ്ഞ നേരെ കമ്മത്തി ഇട്ടേക്കും, എന്നിട്ട് പുറം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. നിറകെ പോയിട്ട് അടിച്ചൊന്നും കൊടുത്തേക്കല്ലേ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം മരുന്ന് കൊടുക്കുന്ന വഴി ഇതാണ്. ഈ 2 വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ്. എനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതിനേക്കാളും സിറിഞ്ച് സൈസ് കൂടിയതായതുകൊണ്ട് ഫില്ലർ തന്നെയാണ്, ഫില്ലറിൽ കളക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇത്രയും വലിയ കപ്പൊക്കെ കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങൾക്ക് ദേഷ്യം പിടിക്കും. അപ്പം നിങ്ങൾ ആ ഒരു ഫില്ലറിനകത്ത് കളക്ട് ചെയ്തിട്ട് വായിൻ്റെ ഈ സൈഡിൽ മാത്രമേ ഒഴിക്കാവുള്ളൂ. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഡയറക്റ്റ് തൊണ്ടയിലോട്ട് അടിച്ച് പെട്ടെന്ന് കയറാൻ വിൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ 2 സൈഡിലോട്ട് ഒഴിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ 2 സൈഡിലോട്ട് ഒഴിച്ച് ഒന്നെങ്കിൽ നിങ്ങൾ ഒഴിച്ച പാടെ തന്നെ കേട്ടോ, ഒഴിച്ച പാടെ നിങ്ങൾ വാ അടച്ചു പിടിക്കുക ഒന്നെങ്കിൽ, അല്ലെങ്കിൽ ഒഴിച്ച പാടെ മൂക്കൊന്ന് പിടിക്കുമ്പോഴത്തേക്ക് അവരെന്താ കാണിക്കാന്ന് ഞാൻ കാണിച്ചു തരാം അവരെങ്ങനെ ചെയ്യാന്ന്. ഈ ഒഴിച്ച പാടെ മൂക്കടിക്കുമ്പോഴത്തേക്ക് ഇവർ ഇങ്ങനെ ആയിപ്പോവും. അതായത് പെട്ടെന്ന് അവർക്ക് ഒരു ശ്വാസം അവരടുത്ത് എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ആ ഒരു സ്പോട്ടിൽ അവർ അറിയാതെ അങ്ങോട്ട് ഇറങ്ങി പോകുന്നത്. ഈ വായ അടയ്ക്കുമ്പോഴും ഇവർക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ വായ അടയ്ക്കുമ്പോൾ ഇവർക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങ് കുടിച്ചിറങ്ങിപ്പോകും. ഇതാണ് നമ്മൾ മരുന്ന് കൊടുക്കാൻ. വേറെ ഒരു വഴി എനിക്കറിയത്തില്ല, വേറൊരു വഴി ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾക്കിനി വേറെ വഴികളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തന്നെ പറഞ്ഞു കേട്ടോ. കാരണം എനിക്കറിയാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളിലൂടെ ഞാൻ കുറേ എനിക്ക് അറിവ് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങളും കൂടെ പറയുക. അപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നിയതാണ് വേഗം മരുന്ന് കുടിക്കാൻ വേണ്ടി. തുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, തുപ്പാൻ സാഹചര്യമില്ല, മൂക്ക് പൊത്തുമ്പോഴത്തേക്കും അവന് കഴിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞല്ലോ, വോമിറ്റ് ചെയ്യാൻ വല്ലാതെ വോമിറ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ തല ഇങ്ങനെ തന്നെ പിടിച്ചുകൊണ്ട് വെക്കാതെ കുഞ്ഞിൻ്റെ തല ഇങ്ങനെ ഇട്ടൊന്ന് തട്ടി കൊടുക്കുക കേട്ടോ. മുകളിൽ കയറാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ കുഞ്ഞിൻ്റെ തല ഇങ്ങനെ ഫ്ലാറ്റായി കിടത്തി കുഞ്ഞിന് മരുന്ന് കൊടുക്കരുത്. കുഞ്ഞിനെ മടിയിൽ ഇങ്ങനെ ചെരിച്ച് കിടത്തിയിട്ടേ കൊടുത്താവുള്ളൂ. അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിക്കും നോട്ട് ചെയ്യാം. മൂക്ക് ഒത്തിരി നേരത്തേക്ക് അടച്ച് പിടിക്കരുത്. ഒരൊറ്റ സെക്കൻഡിലേക്ക് ഇങ്ങനെ അത് പിടിച്ചു അവരെ ഇറക്കിയെന്ന് കാണുമ്പോഴത്തേക്കും വിട്ടു, അത്രയേ ഉള്ളൂ. ശ്വാസം മുട്ടിക്കരുത്.
ഓക്കെ, അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ച് പറഞ്ഞു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.